നമസ്കാരം. 7 ചാനൽ മീഡിയ ഒരുക്കുന്ന കലാലോകത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ കലാലോകത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു മിടുക്കിയെയാണ്. വാനിയ അലി. മാറഞ്ചേരി മുക്കാല MG റോഡിൽ താമസിക്കുന്ന AT അലിയുടെയും ഷാഹിദ അലിയുടെയും പ്രിയപുത്രി വാനിയ അലി. വാനിയ അലിയെക്കുറിച്ച് മാറഞ്ചേരിക്കാർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഏവർക്കും അറിയുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് വാനിയ അലി. പ്രിയപ്പെട്ട വാനിയ അലിക്ക് ഇന്നത്തെ കലാലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വാനിയ അലി എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുക നല്ലത് അത് വാനിയ അലിയൊക്കെ പറയുന്നതാണ് അല്ലേ? വാനിയ അലി എന്തൊക്കെ ചെയ്യും? ഞാൻ ഡ്രോയിങ് ചെയ്യും, ഓക്കെ, സിംഗ്, ആക്ടിങ്, മോണാക്ട്, പിന്നെ ഡാൻസ്, പിന്നെ സ്റ്റോറി ടെല്ല്, അങ്ങനെ കുറേ ചെയ്യും. ഡ്രോയിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പൊ ഒരു സകല കലാവല്ലഭയാണ്. എല്ലാ രംഗത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്താണ്? പാട്ടാണ്. പാട്ടാണ്. പാട്ട് ഇപ്പൊ എത്ര പാട്ടപ്പോ കടി? അത് ചോദിച്ചാൽ കുറേ പാടിയിട്ടുണ്ട്. കുറെ പാട്ട് പാടിയിട്ട് എനിക്കൊണ്ട് വളരെ ആർക്കും കിട്ടാത്ത വലിയ ഒരു ഭാഗ്യം വാനിയലിക്ക് ഉണ്ടായിട്ടല്ലേ. പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ ഒക്കെ ഒന്ന് അനുഗ്രഹം കിട്ടിയ ഒരു കുട്ടിയാണ് വാനിയാലി. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം വലിയ ഗായകരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദാസേട്ടനെ പോലുള്ള വലിയ ഒരു ഗായകന്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം വായിക്കുക എന്നത്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഭാഗ്യം ലഭിച്ചൊരു കുട്ടിയാണ് വാനിയാലി അല്ലേ? എന്തായിരുന്നു ആ അവസരം? എങ്ങനെയായിരുന്നു വാനിയാലി? അത്ര വലിയ ഓർമ്മയൊന്നുമില്ല, എന്നാലും ചെറുപ്പത്തിൽ അനുഗ്രഹം മേടിക്കാൻ പോയി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ആരോ രണ്ടാൾക്കാരും പിന്നെ ഞാനും. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് അനുഗ്രഹം മേടിച്ച് പിന്നെ ഉപ്പ തിരഞ്ഞു നോക്കുമ്പോഴാണ് അറിയണത് ഞാൻ ദാസേട്ടൻ്റെ മടിയിലിരിക്കണമെന്ന്. ശരി, എൻ്റെ അടുത്ത് മടിയിൽ വെച്ച് ദാസേട്ടൻ അവിടെ അനുഗ്രഹം തോന്നും. എന്തായാലും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ആദ്യം നമുക്ക് വാനിയാലിയുടെ ഒരു 2 വരി പാട്ട് കേൾക്കല്ലേ? പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത കവിളില് പുഞ്ചിരിപ്പ നിന്റെ ചുണ്ടില്, കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ് നഖം കടിക്കണ്, കണ്ണോണ്ടും പറയണതെന്താണ് എൻ കൈരമാനെ, കിന്നാരം പറയണതെന്താണ്. പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത കവിളില് പുഞ്ചിരിപ്പ നിന്റെ ചുണ്ടില്, കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ്, കണ്ണോണ്ടും പറയണതെന്താണ് എൻ കൈരമാനെ, കിന്നാരം പറയണതെന്താണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ പാടി. എനിക്ക് റേഡിയോയിലൊക്കെ പോയില്ലേ പാട്ട് പാടാം? 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് FM, പിന്നെ റേഡിയോ ഏഷ്യ. റേഡിയോ ഏഷ്യ അല്ലേ? ശരി. അവിടെ പാട്ട് മാത്രമല്ല വേറെ എന്തൊക്കെ അവതരിപ്പിച്ചില്ലേ? പാട്ട്, പിന്നെ ആദ്യം കഥ, പിന്നെ പാട്ട്. മോണാക്ടിൽ ഒരുപാട് പ്രൈസുകളൊക്കെ കിട്ടില്ലേ? 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട് ജില്ലാ. സ്കൂൾ അങ്ങനെ ആയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ തുടക്കം കിട്ടിയതൊക്കെ ഈ ജില്ലയിലാണ്. ജില്ലാതലത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അല്ല, ഏത് സ്കൂളിൽ പഠിക്കണേ ചോദിക്കാൻ പറഞ്ഞു? ക്യാമ്പാൻഡം അയലക്കാട്. ഏത് ക്ലാസ് പഠിക്കണം? ഞാൻ ജീക്ക്. അപ്പൊ സ്കൂളിലൊക്കെ വളരെ ആക്റ്റീവ് ആണോ? എല്ലാ രംഗത്തും അവിടെ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മിടുക്കിയായ ഒരു കുട്ടിയാണ് അവിടെ. അപ്പൊ മോണാക്ട് ചെയ്ത് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, കഥ പറയും, പിന്നെന്തൊക്കെ പറഞ്ഞു? ഡ്രോയിങ്, പിന്നെ കീബോർഡ് വായിക്കും. എനിക്കൊണ്ട് ഈ ഇപ്പോ സമീപകാലത്തൊക്കെ ഒരുപാട് ഷോർട്ട് ഫിലിമില് വാനിയാലി അഭിനയിച്ചിട്ടുണ്ടല്ലേ? വളരെ എനിക്കൊണ്ട് ഞാനൊക്കെ കണ്ടിട്ടുള്ളതാണ് ഷോർട്ട് ഫിലിം. വളരെ മനോഹരമായിട്ടാണ് വാനിയാലിയെ നമ്മൾ എന്താണോ വേഷം കൊടുത്തത് അത് വളരെ തന്മയത്തമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് വാനിയാലി. എത്ര ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോ? ഞാൻ 3 ചെയ്തിട്ടുണ്ട്. ഒന്ന് പകൽ മറിയുമ്പോൾ, മീസാൻ, മധുരമേ പ്രണയം. പിന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, മിശിഹയും മാലാഖയും. പക്ഷേ ഞാനും അത് കണ്ടിരുന്നു. ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് ചെയ്തിട്ടുണ്ട്
ഇപ്പൊ ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞു. ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞു. അതിലെന്താ വേഷം? അതില് ഒരു കുട്ടിയായിട്ട് തന്നെയാണ്. അപ്പൊ ഈ അഭിനയ രംഗത്ത് തൊടാൻ വല്ല താല്പര്യം ഉണ്ടാ? നല്ല വേഷങ്ങളൊക്കെ കിട്ടിയ അന്ന് ഒരു സിനിമയിലൊന്നും ട്രൈ ചെയ്തൂടെ? സിനിമയിലൊന്നും പോണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വേഷം ചെയ്താൽ അത് തന്നാ വേഷം ചെയ്യും. അപ്പൊ സംവിധായകരെ കൂടി ശ്രദ്ധിക്കേണ്ട, കാരണം നല്ല അഭിനയിക്കുന്ന കുട്ടിയാണ്. ഞാനൊക്കെ അത് കണ്ടിട്ട്, ഞാൻ വാനിയാലിയുടെ ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ടുണ്ട്. അതാണ് അത്തരം ഒരു ഉറപ്പ് തരുന്നത്. നമ്മൾ തരുന്ന ഒരു വേഷത്തെ വളരെ ഭംഗിയായിട്ട് തന്നെ വാനിയാലി അവതരിപ്പിക്കും. സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? സമ്മാനമൊന്നുമില്ല. ഞാൻ ഡ്രോയിങ് ബുക്കിൽ 5-6 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ആദ്യം തുടക്കം വെച്ചത് ഒരു ചെറിയ റോസാണ്, പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ അവിടുന്ന് അങ്ങനെ കയറിയിട്ട് ഓരോന്നിങ്ങനെ വരച്ചു പോയി. വീട്ടിൽ വരക്കണ പറയുമ്പോ ഉപ്പ വരക്കും. അത് പറയാൻ വന്നത് തന്നെ. ഉപ്പ ചെറുതായിട്ടൊക്കെ വരക്കും. ഉമ്മ പറഞ്ഞിരുന്നു, ഉമ്മ ഒരു പിക്ചർ കാണിച്ചു തന്നു, ഉപ്പ വരച്ചതാ പറഞ്ഞിട്ട്. യേശുദാസിന്റെ പിക്ചറാ. ഗുരു ഇല്ല, ഞാൻ വെറുതെ ആദ്യമായിട്ട് വെറുതെ ഒരു ഒന്നിലും ഗുരു പിന്നെ ഡ്രോയിങ് ഞാൻ തുടക്കം വെച്ച് പറയുമ്പോ പണ്ടൊക്കെ കുറെ ഇങ്ങനെ മത്സരം, 2 കള്ളി വരക്കും ഫ്രണ്ട്സ് തമ്മിൽ, 2 പിക്ചറൊക്കെ ഏതാ നല്ലത് നോക്കി ഇങ്ങനെ ടിക്കറ്റിട്ടിരുന്നു. പിന്നെ എനിക്കൊരു മോഹം, ഇങ്ങനെ കുറെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ ഒന്ന് വരച്ചു നോക്കി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ ഇങ്ങനെ വരച്ച് പോയി. അത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടും ഇന്റെ പോലെ അങ്ങനെ വരച്ച് ശ്രമിച്ച് ഇന്റെ അടുത്തൊക്കെ എത്താറായി. പിന്നെ കവിത നന്നായിട്ട് ചൊല്ലൂല്ലേ? കവിത ചൊല്ലും ഞാൻ. അതിൽ കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ട്രോഫികളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ അല്ലേ? കുറെ സമ്മാനങ്ങൾ കിട്ടിയതൊക്കെ കുറെ ഉണ്ട്. എന്നാ 2 വരി കവിതയില്ലേല്ലോ നമ്മള്? ഓക്കെ, എന്നാ നമ്മുടെ വാനിയക്കുട്ടിയുടെ കവിത ഒന്ന് കേൾക്കാം. കവിത പൂക്കാലം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലി വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലൊന്നു തെക്കുന്നു വീശുന്നു വായോ, ഉല്ലാസമേ നീണ്ട കൂക്കു വളർത്താം, എല്ലാവർക്കുമേകും നിതേ കോകിലങ്ങൾ, കാണുന്നിതാ രാവിലെ പൂ തേടി, ചീനൊത്ത മോരാത്ത തേനീച്ച കാട്ടിൽ, പൂമേറെ ഉത്സാഹം ഉൾക്കൊണ്ടുവെക്കേ, തോളം വെളുക്കുന്നു ശസ്സായതെല്ലാം. വളരെ നന്നായിട്ട് തന്നെ കവിത ചൊല്ലി. അല്ല, എന്തിൽ നിന്നായിരുന്നു തുടക്കം കണ്ട് നമ്മുടെ ഈ കലയിലേക്ക് വന്ന ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം പറയുമ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ ഡ്രോയിങ്ങിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഞാൻ പണ്ടൊക്കെ കുറെ പാട്ട് ഇങ്ങനെ പാടി നോക്കും. പിന്നെ ഉപ്പയാണ് പാട്ടിന്റെ ഗുരു. ഉപ്പ പാടുവോന്നാ? ശരി. അപ്പൊ പാട്ടിന്റെ ഗുരു ഉപ്പയാണ്, ഡ്രോയിങ്ങിന്റെ ഗുരു ഉപ്പയാണ്. പാട്ട് പഠിപ്പിക്കണ ഉപ്പേ? പാട്ട് ഇങ്ങനെ പഠിക്കണോ, ഇത് പഠിച്ചോ ഞാൻ ചോദിക്കും, ഇത് വേണോ ഇത് വേണോ. എല്ലാ രംഗത്തും ഉപ്പാടെ പരിപൂർണമായ പ്രോത്സാഹനമാണ്. ഉപ്പയാണ് എന്റെ കരുത്ത്, ശക്തി കരുത്തൊക്കെ ഉപ്പയാണ്, എന്റെ എനർജി. അന്നേ ഒരു ഭാഗ്യല്ലേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഉപ്പ എന്ന് പറഞ്ഞാല്. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ? നമ്മുടെ കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. നീ പാട്ട് ഉണ്ടായിരുന്ന അവിടെ, നീ വരച്ച് നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയും. പക്ഷെ അത് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഉപ്പ് നമുക്ക് ഭാഗ്യം തന്നെയല്ലേ അല്ലേ? പിന്നെ ഇങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉപ്പാടെ മനസ്സിന് കുറച്ചൊരു കല ഉണ്ടാവും, അല്ലാതെ അങ്ങനെ വരില്ല അല്ലേ? ഞാൻ ഇത് പാടിയാലേ നന്നാവുള്ളൂ എന്ന് ഉപ്പാക്ക് അറിയാം. നിന്റെ മനസ്സ് ഉപ്പാക്കറിയാം അത് പാടിയാൽ നന്നാവുള്ളൂ. ഉമ്മ പാട്ട് പാടുമോ? ഉമ്മ അങ്ങനെ പാടുന്നില്ല, എന്നാലും ചില ഇങ്ങനെ മൂളി പാടും. വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? ഒരുമാതിരി വരക്കുവോ? ഇല്ല, പാട്ടൊന്നും പാടില്ല. പ്രോത്സാഹനല്ലേ ഉമ്മേതമാതിരി? അത് ആരും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം? ഉപ്പയുടെ ഉമ്മയാണോ? ഉമ്മനെക്കാളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഉമ്മ പറയാറുണ്ടോ നീ അത് പാടണ്ടെന്നൊക്കെ, വരക്കണ്ടെന്ന്? ഇല്ല. പ്രോത്സാഹനം പറയാനുള്ള ഫോൺ എടുക്കണ്ടാന്ന്. അതെന്താണ്? കണ്ണ് കേടുവരും പറഞ്ഞിട്ട്. ഒരു ഫോൺ എടുക്കാറുണ്ടോ? ഇടക്കൊക്കെ എടുക്കും. പിന്നെ ഇടക്ക് പാട്ട് പഠിക്കാൻ എടുക്കും.
എപ്പോഴും നമ്മൾ ഫോണിൽ നോക്കാൻ പാടില്ലല്ലോ, കുട്ടികൾ പ്രത്യേകിച്ച് ഈ ഫോണിൽ നോക്കിയിരിക്കരുത്. കണ്ണുകൾ കേടുവരും തീർച്ചയായിട്ടും. കാരണം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുകയാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് രസത്തിനൊക്കെ നോക്കും മൊബൈല്. ബാക്കി നമ്മൾ പഠിക്കാൻ അതുപോലെ പഠിക്കണ ഫോണിലായോണ്ട് പിന്നെ കൂടുതൽ ഫോൺ എടുക്കുക പറയണ്ടാവില്ല. അങ്ങനെ മാറി. കാരണം ഇപ്പോ കുട്ടികളോട് ഫോൺ എടുക്കുക പറയാൻ തുടങ്ങിയല്ലോ. ആദ്യം പറഞ്ഞു ഫോൺ എടുക്കരുത്, ഫോൺ തൊടരുത്, ഇന്ന് പഠിക്ക ബുക്കൊക്കെ തുറന്നിട്ട് ഇപ്പൊ പറയും ആ ഫോൺ എടുത്ത് വേണ്ടി പഠിക്കാൻ നോക്ക് പറയും. ശരിയാണ്, വാനിയ പറഞ്ഞ വളരെ സത്യമാണ്. ഇപ്പൊ അങ്ങനെയായി നമ്മുടെ ഈ കാലഘട്ടം. അപ്പോ നേരത്തെ എന്താ പറഞ്ഞേ, കീബോർഡ് വായിക്കുന്നുണ്ടല്ലേ? എന്തായാലും അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് വായനയിലയുടെ കീബോർഡ് വായന ഒന്ന് കേൾക്കല്ലേ? ഒന്ന് കേൾക്കാം. മോണാക്ടില് നേരത്തെ പറഞ്ഞില്ല, മോണാക്ടില് കുറെ പ്രൈസുകളൊക്കെ വാങ്ങിച്ചില്ലേ? തേർഡ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചില്ലേ? ഏത് മോണാക്ട് എടുത്തത്? അത് പട്ടുപാവാട എന്ന കവിതക്ക് ഒരു ദൃശ്യാവിഷ്കാരം കിട്ടിയത്. പ്രൈസ് കിട്ടിയത് തമിഴിലൊക്കെ മോണാക്ട് അവതരിപ്പിച്ചില്ലേ? അത് അതില് തമിഴുണ്ട്. അത് ശരി. ആ ഒരു മോണാക്ടിൽ ഒരു ഭാഗം വരുന്നതാണ് അതിൽ തമിഴല്ലേ? രണ്ട് കുറച്ച് നമ്മൾ മോണാക്ട് കേൾപ്പിച്ചാലും. നമസ്കാരം. കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെ ചിരിക്കേണ്ടവർ, പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ടവർ, കിളികളെ പോലെ കൊഞ്ചേണ്ടവർ, എന്നിട്ടും കറുത്തുപോകുന്നു കുഞ്ഞു ബാല്യങ്ങൾ. മലയാളിയുടെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയ്ക്ക് ഒരു ദൃശ്യാവിഷ്കാരം. അടിക്കാതമ്മ അടിക്കാതമ്മ ரொம்ப പസിക്കുതമ്മ, അങ്ക കടയിന്ന് ഒരു പഴം വാങ്ങിക്കൊടമ്മ. എന്നാടി എந்த നേരവും പസിക്കുത് പസിക്കുത് പസിക്കുത്, പോടി പോയി പിച്ച തെണ്ടി വാടി. എന്നാല് മുടിയാതമ്മ, തണ്ണി പോലും തരമാട്ടെ, പോടി പോയി പിച്ച തെണ്ടി വാടി. പാളെ പാത്രം കുപ്പി. എനിക്കുറപ്പാ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകളുടെ 1.5 പവൻ്റെ മാല പൊട്ടിച്ചുകൊണ്ടേത് ആ അണ്ണാച്ചി പെണ്ണ് തന്നെയാ, എനിക്കുറപ്പാ. എടാ സുമേഷേ രമേശേ ഓടിവാടാ, കിട്ടിയടാ അവളെ. വിളിയട പോലീസിന്. കള്ളക്കൂട്ടങ്ങൾ ഇവരൊന്നും വെറുതെ വിടരുത്. മാഡം, അപ്പോൾ ഇവരാണില്ലേ നിങ്ങളുടെ മകളുടെ മാല പൊട്ടിച്ചത്? ഇവരെടുത്ത് വണ്ടി കയറ്റിടും. അയ്യോ ചേട്ടാ, എൻ്റെ അമ്മ അടിക്കാതെ ചേട്ടാ, എൻ്റെ അമ്മ വെറുതെ വിട് ചേട്ടാ, എൻ്റെ അമ്മ അടിക്കാതെ ചേട്ടാ. മാറി നിൽക്കടി അവിടെ. മാഡം, ഞങ്ങൾ കോടതിത്തോരുമായിട്ട് വന്നതാണ്. ഇവളുടെ അമ്മ ഒരു കളവ് കേസിൽപ്പെട്ട് ജയിലിലാണ്. ബന്ധുക്കളാണെങ്കിലോ ഒളിവിലും. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരെ നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ മോളുടെ പേര്? കാളി. അയ്യോ, എന്തിനാ കരയണേ? കരയണ്ടാട്ടോ, നിനക്ക് കളിക്കാനോട് ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ, മോള് ചെന്ന് കളിച്ചോട്ടോ. അല്ല, മോള് വല്ലതും കഴിച്ചോ? ഇല്ല. രാധേ, മോൾക്ക് ചോറെടുത്ത് കൊടുക്ക്, മോള് പോയി കഴിച്ചിട്ട് വായിട്ടോ. വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ വളരെ ഗംഭീരമായിട്ട് ആ ഒരു ഇത് നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടല്ലേ വനയും കൂടി ചെയ്യുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് ആ രംഗങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വന്നുപോയി അല്ലേ? അപ്പോൾ മോണാക്ട് വേറെ കുറെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ? മോണാക്ട് വേറെ അഭിനയിച്ചിട്ടില്ല. തുടക്കം തന്നെ ഞാൻ ഇതാണ് വെച്ചത്. അങ്ങനെ പ്രൈസ് കിട്ടി. ആദ്യമായിട്ട് ഇതിൽ തന്നെ. അപ്പോൾ ഒന്നും തുടക്കം മോശമാറില്ല, എല്ലാത്തിനും പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് വരുള്ളൂ. ടീച്ചേഴ്സ് ആദ്യം ഒരു പ്രോഗ്രാം, കുറേ പ്രോഗ്രാംസിൽ മോണാക്ട് വന്നു. ഞാനതിൽ പങ്കെടുത്ത് പേര് എഴുതി. പക്ഷെ എനിക്ക് മോണാക്ട് എന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ ഞാൻ ഇല്ല പറഞ്ഞ്. അപ്പോൾ 2 കുട്ടികൾ ചെയ്തിട്ടുള്ളൂ. അതിൽ 2 കുട്ടികൾ, ഒരാൾ ഫസ്റ്റ് സെക്കൻഡ് അവർ കൊടുത്ത്, ടീച്ചേഴ്സ് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഇവർ 2 പോരാ. അപ്പം ഞാൻ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച കാരണം അവർ എന്നെ എടുത്ത്. എന്നിട്ട് പറഞ്ഞ് മോൾ അഭിനയിക്കും വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള കേട്ടോ മോളെ, പ്രതീക്ഷ കളയല പറഞ്ഞിട്ട് ഞങ്ങൾ
പിന്നെ കുറേ പഠിച്ചെടുത്ത് ലാസ്റ്റ് പട്ടുപാവാട എടുത്ത് പഠിച്ചെടുത്തിട്ട് അവിടെ ചെന്ന് ഇതാക്കിയപ്പോൾ ചെറിയൊരു ടൈം കൂടി, അതിന് മാത്രം ഒരു 3rd പ്രൈസ് കിട്ടി. ശരി. അപ്പോൾ എന്ത് തന്നാലും അത് വിജയിപ്പിച്ചെടുക്കും. അതാണ് വാനിയക്കുട്ടി അല്ലേ? പിന്നെ അഭിനയം അറിയുന്നത് കൊണ്ട് മോണാക്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഇല്ല. പിന്നെ കവിതാ പാരായണത്തിന് കുറേ സമ്മാനങ്ങൾ വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാനിയക്കുട്ടി, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തിൽ ഒരു സംഭവം എന്തോ വൈറലായിട്ടുണ്ടായിരുന്നല്ലേ? വാപ്പയും മോളും ചേർന്നിട്ട് എന്തായിരുന്നു അത്? ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറും ബഷീറിൻ്റെ ഏറ്റവും അടുത്ത പാത്തുമ്മയും തമ്മിൽ ചെറിയൊരു അഭിനയം. പാത്തുമ്മയുടെ ആടിലെ സംഭവം. പിന്നെ അത് സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെറിയൊരു ഇതെടുത്തതാണ്. ഇടയ്ക്കുന്ന എല്ലാ സാധനവും കിട്ടി. പിന്നെ ഞങ്ങൾ വിട്ടെടുത്തപ്പോൾ അത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രങ്ങളൊക്കെ ഏറ്റെടുക്കുകയുണ്ടായി. വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് ബാപ്പയും മോളും ചേർന്ന് കാഴ്ചവെച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ. ശരി. അപ്പോൾ ഇഷ്ടമാണല്ലേ ബഷീറിന്റെ? അത് എനിക്ക് നല്ല ഇഷ്ടമായി, പാത്തുമ്മയുടെ ആട്. അപ്പൊ ഇനി ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ വായിക്കണം. വായിക്കാറില്ല? പുസ്തകങ്ങളൊക്കെ വായിക്കൂലേ? വായനാശീലമൊക്കെ ഇല്ലേ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ ഞാൻ മൈത്രി വായനശാലന്റെ ഒരു അംഗമായിട്ടുണ്ട്. കുറേ പുസ്തകം കിട്ടും. അപ്പൊ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് വായിക്കാറുണ്ട്? ചെറുപ്പത്തിലെ വായനാശീലമൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് വായന. ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇപ്പൊ ഇതൊന്നും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. സമ്മാനങ്ങളൊക്കെ കിട്ടി? സമ്മാനമൊന്നുമില്ല, വെറുതെ പങ്കെടുത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അല്ല നമ്മള് അത് പങ്കെടുത്ത ഉടനെ തന്നെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. കുറെ സ്കൂളിൽ നിന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഓരോ മത്സരങ്ങളിലാണ് നമ്മൾ മാറി നിൽക്കരുത്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ക്വിസ് പ്രോഗ്രാമിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രൈസ് കിട്ടണമെന്നൊന്നുമില്ല. നമുക്കൊരു എക്സ്പീരിയൻസ് ആണത് അല്ലേ? തുടർന്ന് നമ്മളിങ്ങനെ കുറേ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് സമ്മാനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഒരു പാട്ട് പാടുമ്പോഴും നമ്മൾ പാട്ട് പാടി പഠിച്ചൊക്കെ ചില സമ്മാനങ്ങൾ കിട്ടുക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഷോർട്ട് മൂവിലൊക്കെ അഭിനയിക്കുമ്പോഴുണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു? എത്രത്തോളം, അല്ലെങ്കിൽ അവരൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആരൊക്കെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്? സപ്പോർട്ട് പറയുമ്പോൾ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും കയ്യിൽ നിന്ന്. പിന്നെ സലാമ്മയുടെ ഒപ്പം മീസാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പകൽ മറിയുമ്പോൾ റഹ്മാൻ അങ്കിളുടെ ഒപ്പം. പിന്നെ മധുരമി പ്രണയവും റഹ്മാൻ അങ്കിളുടെ ഒപ്പമാണ്. പിന്നെ ഇപ്പം അഭിനയിച്ചത് റഹ്മാൻ അങ്കിളുടെ മോളുടെ ഒപ്പമാണ്. ഞങ്ങൾ ഇങ്ങനെ 4 ഷോർട്ട് ഫിലിംസ് ചെയ്തു. ആൽബത്തിൽ ജിയോ സാറായിരുന്നു എൻ്റെ ഒപ്പം. ജിയോ സാർ അച്ഛനും ഞാൻ മകളും ആയിട്ടായിരുന്നു. സപ്പോർട്ട് പറയുമ്പോൾ വലിയ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു നടനാണ്. എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. KPSC എന്ന നാടക സംഘത്തിലൂടെയൊക്കെ നാടകരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ഷോർട്ട് മൂവി രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ജിയോ മാറഞ്ചേരിയെ പോലുള്ള വലിയൊരു കലാകാരനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു അല്ലേ? അതെന്തായിരുന്നു ഇപ്പോൾ അനുഭവം പറയുമ്പോൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സപ്പോർട്ടും ഒക്കെ ചെയ്തത്. എല്ലാവരും പറയാറുണ്ട് നല്ല ഭാഗ്യമാണത്. പിന്നെ പാടമൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ പണ്ട് ഒരു വരച്ചാൽ അവിടെ നിൽക്കുള്ളൂ, മോൾക്ക് അതൊന്നും വേണ്ട, പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നിൽക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായത് അതാണ്. നല്ലൊരു എന്താ പറയാ, ഒരു അഭിനന്ദനമായിരുന്നല്ലേ കിട്ടിയത് അഭിനയത്തിൽ. നല്ലൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട യൂസഫ് അലി സാറിനായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു അത്? ഞങ്ങൾ ഒരു ഇതിലാണ്ട് ഞങ്ങൾക്കൊരു ഇത് കിട്ടിയത്, അവസരം കിട്ടിയതാണ്. അന്ന് ആദ്യം ഉപ്പ പോയി, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. പിന്നെ പറഞ്ഞ് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഉപ്പാക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഉപ്പ പോയി, ഗൾഫിലുള്ളപ്പോൾ. അപ്പോൾ ഉപ്പ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞ് യൂസഫ് അലിനോട്, എന്നോട് പറഞ്ഞതാണ്, യൂസഫ് അലി സാറിനോട് പറഞ്ഞ് എന്നെക്കാളും ആഗ്രഹം എൻ്റെ മോളും ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്, കൂടുതൽ ആഗ്രഹിച്ച് എൻ്റെ മോളൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ മോൾക്ക് കാണുന്നുണ്ടായിരുന്നു പക്ഷെ പറ്റില്ല പറഞ്ഞു. അപ്പോൾ യൂസഫ് അലി സാറ് പറഞ്ഞ് അതെന്താ കൊണ്ടുവരായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവരണം പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പോയി. പിന്നെ എൻ്റെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത്. ചോക്ലേറ്റ് കിട്ടി എനിക്ക്. പിന്നെ ഗസ്റ്റ് റൂമിൽ ഇരുന്ന് എന്നിട്ട് പിന്നെ യൂസഫ് അലിൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത്. അത് ഒരു അത്രയും വലിയ ആദരണീയായ ഒരു ആളുടെ കൂടെ ചെലവഴിക്കാൻ കിട്ടിയ ഒരു സമയല്ലേ. പിന്നെ ഉപ്പാക്കൊരു ഗിഫ്റ്റും കിട്ടി. ചോക്ലേറ്റ്. ഉപ്പാക്ക് വേറെ വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്.
അല്ലേ? അല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനുണ്ട്, താത്തണ്ട്, എനിക്കുണ്ടെന്ന് മനസ്സിലായി. താത്തണ്ട്, ആ. ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, ആ. താത്താടെ ഉണ്ണിയുണ്ട്, ആ. പിന്നെ എൻ്റെ കാക്കാടെ ഭാര്യയുണ്ട്. വീട്ടിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ പാട്ട് പാടുമോ? പാട്ട് കൂടുതൽ ഉപ്പയാണ്. ഇപ്പഴാണ് പാട്ട് പാടിയല്ലോ ഇവിടെ, ഫുൾ ടൈം പാട്ടാണ് അപ്പൊ അവിടെ. ആ, വാട്സപ്പ് എടുത്താ പിന്നെ ഫുള്ള് തുടങ്ങും പാട്ട്. ആ ആ, അങ്ങനെ പരിപാടി ഉണ്ടല്ലേ? ഉപ്പ ഡ്രോയിങ് ചെയ്യും. വരച്ചിട്ടുണ്ട് അവിടെ? വരച്ചിട്ടൊന്നുമില്ല, എന്നാലും അപ്പൊ ഈ ഓ പ്രിയരെ എട്ടി എനിക്കൊണ്ടൊരു സകലകല വല്ലഭരാണ്. ഉപ്പായെ കുറിച്ച് ഒരു പാട്ട് പാടിയില്ലേ? ഫാദേഴ്സ് ഡേക്ക് പാടിയതാണ്. അത് ഉപ്പാടുള്ള സ്നേഹം കൊണ്ട് പാടിയതാ. എന്നാ പാട്ട് നമുക്കൊന്ന് കേൾക്കാം, രണ്ടുപേര് പാടുക. എന്തു പാവമാണെൻ്റെ ഉപ്പ, എൻ്റെ ജീവനാണെന്നുമുപ്പ, എത്ര ത്യാഗം സഹിച്ചുപ്പ, എത്രത്തോളം വളർത്തിയുപ്പ, തിന്മകൾ കണ്ടാൽ അരുതേ പറയും, നന്മകൾ മുഴിയാൻ തലോടിയുറക്കും, തിന്മകൾ കണ്ടാൽ അരുതേ പറയും, നന്മകൾ മുഴിയാൻ തലോടിയുറക്കും. मेरे प्यार मेरे पिताजी मेरे उसमें देख सचिन मेरे दिल के सबसे ऊजा. ഈ പാട്ട് ഉപ്പാണ് എഴുതിയത്? സ്വന്തം പഠിച്ചതാ. സ്വന്തം പഠിച്ചതാ? പാട്ടാരും എഴുതിയത്? പാട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഈ മാറഞ്ചേരിയിലുള്ള നമ്മുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വളരെ സജീവമാണല്ലോ വാന്യമോള്. കാരണം മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ വാന്യമോളുടേതായിട്ട് ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പിലായിട്ടാണ് സജീവമായിട്ട് നിൽക്കുന്നത്? ഞാൻ മൈത്രി മാറഞ്ചേരി, MRY പൊതുവേദി, 2015, അങ്ങനെ കുറേ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. എല്ലാ ഗ്രൂപ്പിലും വളരെ സജീവമാണ്. അപ്പൊ അവിടെ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് എല്ലാ ഗ്രൂപ്പുകാരും? മൈത്രിയിലുണ്ട്, MRY പൊതുവേദിയിലുണ്ട്, 2015 MRYയിലുണ്ട്. അവരൊക്കെ വളരെ സപ്പോർട്ടാണ്, വളരെ പ്രോത്സാഹനം തരുന്നുണ്ട് അവര്. എന്നെ കീബോർഡ് പഠിപ്പിച്ചത് തന്നെ കരീമാമയാണ്, കരീം സരിക. ഇപ്പോഴും പഠിക്കാൻ പോണ്ട? ആ, പഠിക്കാൻ പോകണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. വാനിയപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടില്ലേ? ആരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു അത്തരത്തിലുള്ള സമ്മാനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട്? ഒന്ന് MRY പൊതുവേദിയുടെ പാട്ട് മത്സരത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലുള്ളപ്പോൾ ബഷീർ സിൽസില അങ്കിളുടെ കയ്യിൽ നിന്ന് പുസ്തകം സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. മഴ ചാറുമിട വഴിയിൽ ആ പുസ്തകത്തിന്റെ പ്രകാശനം കുഴപ്പമില്ലേ, സമ്മാനമായിട്ട് കിട്ടി. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? ഇപ്പൊ ക്ലാസ് ഒന്നുമില്ലല്ലോ, ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈൻ ക്ലാസ്സിൽ കൂടുതൽ സപ്പോർട്ട് വരുമ്പോൾ എൻ്റെ താത്തയായിരുന്നു, കമീലി ആലി. പഠിപ്പിച്ചിരുന്നത്? നല്ല പഠിപ്പിച്ചു തരും. പിന്നെ പിന്നെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മാമ കേരള നവ കേരള, എല്ലാവർക്കും അറിയുണ്ടാവും. അതിൽ 18 സ്റ്റേജിലാണ് ഞാൻ ചെന്ന് ഡാൻസ് കളിച്ചത്. 18 സ്റ്റേജ്. അതൊരു എല്ലാ ഡാൻസും മിക്സഡ് ആയിട്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന ഗേൾസിൻ്റെ, ഒപ്പന ബോയ്സിൻ്റെത്, പിന്നെ കഥകളി, മോഹിനിയാട്ടം ഒക്കെ മിക്സായിട്ട് ഒരു ഡാൻസ് നിർമ്മിച്ചിട്ട് 18 സ്ഥലത്ത് എല്ലാ കുട്ടികളും, ഞാനുൾപ്പെടെ എല്ലാ കുട്ടികളും കൂടിയിട്ട് ചെന്ന് കളിക്കും. ഉമ്മയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ കാകുണ്ട് ആഷിക്ക്, പിന്നെ എൻ്റെ ബാബിൻ്റെ സപ്പോർട്ട് നല്ലുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് വലുതായാലൊരു IAS ആവണം. വെരി ഗുഡ്. ഒരു IAS ആവണമെന്നാണ് നമ്മുടെ വാനിയക്കുട്ടിയുടെ ആഗ്രഹം. വാനിയക്കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു IAS ആവട്ടെ എന്ന് 7 ചാനൽ മീഡിയ ആദ്യമായി അനുഗ്രഹിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ കലകളൊക്കെ കൂടെ ഉണ്ടാവും, പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കലാകാരിയായ IAS വാനിയ അലി IAS അല്ലേ, ഒരു കലക്ടറായിട്ടൊക്കെ തിരിച്ചെത്തും. അപ്പോൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ, നാടിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ IAS.
മാറഞ്ചേരിയിലെ ഓരോ ആൾക്കാരും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലാണെങ്കിലൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു കുട്ടിയാണ് വാനിയ അലി. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോരുത്തരുടെയും അനുഗ്രഹം വാനിയ അലിയുടെ ആ ഒരു മോഹം പൂവണിയാൻ പ്രാർത്ഥനയിലും ഉണ്ടാകും. ഈ IAS ആവാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായതാണ്? അത് നമ്മുടെ നാട്ടുകാരിയായിട്ട് തന്നെയാണ് അനുപമ IAS. അതിൻ്റെ വലിയൊരു പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് വലുതായാലും ഒരു IAS ആയാൽ നാടിന് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നാളെ നന്മയുള്ള ഒരു നല്ല അനുപമ IASനെ പോലുള്ള ഒരു നന്മയുള്ള ഒരു IAS എന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് പറയുമ്പോൾ കലാപരമായ പ്രവർത്തനങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ സ്കൂൾ HM സിന്ധു മാം എന്നെ കുറേ അഭിനന്ദിച്ചിട്ടുണ്ട്. മാമാണ് കൂടുതൽ എല്ലാ പ്രോഗ്രാമും എല്ലാം സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് ചേർക്കണതും അങ്ങനെ കുറേ ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ഞങ്ങളെ ക്ലാസ്സിൽ എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എല്ലാ സ്റ്റുഡൻസും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ക്ലാസ്സിലത്തെ ടീച്ചർ പറയുമ്പോൾ ഏറ്റവും നല്ല ടീച്ചേഴ്സ് തന്നെയാണ് അവർ. അവൻ ചുരുക്കി പറഞ്ഞാൽ വാനിയാലി ആ സ്കൂളിൽ ഒരു വലിയ താരമാണ് അല്ലേ? പിന്നെന്തൊക്കെയായിരുന്നു സ്കൂളിൽ നിന്നുള്ള? പിന്നെ സിന്ധു മാമാണ് ആഡ് ചെയ്ത് ചേർത്തതൊക്കെ ഇതിൽ. ഒന്ന് ഡോക്ടേഴ്സ് ഡേൻ്റെ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വായനാ ദിനത്തിൽ പ്രത്യേകമായിട്ടൊരു വലിയൊരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിൽ കുറേ കുട്ടികളിൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും സെലക്ട് ചെയ്തിട്ട് അതിൽ ഈ 5ാം ക്ലാസ് എന്നെ മാത്രമേ സെലക്ട് ചെയ്തത്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ട്. തീർച്ചയായിട്ടും സ്കൂളിലും വളരെ പ്രതീക്ഷയുള്ള ഒരു കുട്ടിയാണ് വാനിയാലി. കാരണം 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്ഥാനത്താണ് 5ാം ക്ലാസ്സുകാരിയായ വാനിയാലിയെ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലേ വാനിയാലി എന്ന കലാകാരിയെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന IAS കുറിച്ചൊക്കെ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് വാനിയോൾക്ക് പറയാനുള്ളത്? എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ 7 ചാനൽ മീഡിയക്ക് എൻ്റെ വക ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ ഇനി എൻ്റെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും നന്ദിയും കടപ്പാടും എല്ലാതും ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. 7 ചാനൽ മീഡിയ ഒരുക്കിയ കലാലോകത്തിൽ വാനിയ അലിയുമായുള്ള അഭിമുഖം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും തുടർന്നുള്ള ആഴ്ചകളിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും